ജഗന്മാരുടെ റസൂലുമാണ്. എങ്ങനെ? മുഹമ്മദ് നബി മനുഷ്യരുടെ, മറ്റുള്ള ജനങ്ങളുടെ മാത്രം നബിയല്ല. മുഹമ്മദ് നബി ഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുൽ അംബിയാ, നബി നബിമാരുടെ നബിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി നബിമാരുടെ നബിയാണ്, മുർസലീങ്ങളുടെ മുർസലാണ്. അതുകൊണ്ട് തന്നെ ആദം നബിയിലേക്ക് മുഹമ്മദ് നബി നബിയാണ്, ഇബ്രാഹിം നബിയിലേക്ക് മുഹമ്മദ് നബി നബിയാണ്. എങ്ങനെയാണ് മുഹമ്മദ് നബി ആദം നബിയിലേക്ക് നബിയാകുക? അതിനാണ് റസൂലുള്ള പറയുന്നു, കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി, പടക്കപ്പെട്ടപ്പോൾ നബിയായിട്ട് എന്നെ ആദ്യം അല്ലാഹു പടച്ചു. എന്നിട്ട് എന്നെ കൊണ്ട് വിശ്വസിക്കാനും എന്നെ സഹായിക്കാനും മറ്റ് നബിമാരോട് അല്ലാഹു കരാറ് വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ അന കുന്തു നബിയൻ വാദമു ബൈനർ റൂഹി വൽ ജസദി, ആദം നബി മണ്ണിൽ നിലീനമായി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നബിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുന്തു നബിയൻ, ഞാൻ നബിയായിരുന്നു, ഞാൻ പിന്നീട് നബിയാകുമെന്നല്ല. കുന്തു നബിയൻ, ഞാൻ നബിയായിരുന്നു, എന്നെ അല്ലാഹു പടച്ചു. നുബുവത്ത് എന്ന് പറയുന്ന പ്രത്യേകത എനിക്ക് നൽകപ്പെട്ടു. എപ്പോ? വാദമു ബൈനൽ റൂഹി വൽ ജസദി, ആദം നബിക്ക് ആത്മാവ് ഊതിയിട്ടില്ല. ആദം നബിയെ പടക്കാൻ വേണ്ടി അല്ലാഹു തആല കളിമണ്ണെടുത്തു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴൊക്കെ നുബുവത്ത് നൽകപ്പെട്ട നേതാവാണ് ഞാനൊന്ന്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിനാണ് ഹഖീഖത്ത് മുഹമ്മദിയ്യ എന്ന് പറയുന്നത്. ഹഖീഖത്ത് മുഹമ്മദിയ്യ. കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി വാഖിറഹും ഫിൽ ബഅസി, ആദ്യമായി പടക്കപ്പെട്ടത് ഹഖീഖത്ത് മുഹമ്മദിയ്യയാണ്. ആ ഹഖീഖത്ത് മുഹമ്മദിയ്യക്ക് നുബുവത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ നുബുവത്ത് വിശ്വസിക്കാൻ വേണ്ടി ആദം നബിയോട് പറയുന്നു, ഇബ്രാഹിം നബിയോട് കരാറ് വാങ്ങുന്നു, നൂഹ് നബിയോട് കരാറ് വാങ്ങുന്നു, വമിൻ മൂസാ നബിയോട് കരാറ് വാങ്ങുന്നു. വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസാ വഈസ ഇബ്നു മർയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദാ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് അഹ്സാബിന്റെ 7-ാമത്തെ സൂക്തത്തിൽ ഇത് പറയുന്നു. അപ്പൊ നബിയെ അന്നേ പടക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് നബി നബിയാണ്. പിന്നീട് നബി വരും എന്ന വിവരം അല്ലാഹ്ക്ക് അറിയാ എന്നാണോ? പിന്നീട് ഞാൻ ജനിക്കുന്നു അല്ലാഹ്ക്ക് അറിയാലോ. അല്ലാഹ്ക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? കുന്തു നബിയൻ വആദമു ബൈനർ റൂഹി വൽ ജസദി. എത്ര പണ്ഡിതന്മാരാ ഹദീസ് ഉദ്ധരിച്ചത്? 10 പണ്ഡിതന്മാരെ പേര് ഞാൻ ഒറ്റ ശ്വാസത്തിൽ വായിക്കാം. കുന്തു നബിയൻ വആദമു ബൈനർ റൂഹി വൽ ജസദി. പല വാചകത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. ഈ വാചകത്തിൽ വന്നത് അൽ ഹാഫിദ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിന്റെ 8-ാം വാള്യത്തിൽ ഇത് ഉദ്ധരിക്കുന്നു. ഹാഫിദ് ഇബ്നു ബത്താർ റളിയല്ലാഹു അൻഹു അൽ ഇബാനത്തുൽ കുബ്രായുടെ 4-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നു. അൽ ഹാഫിദ് അബൂ അബ്ദുല്ലാഹി അൽ ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദർക്കിന്റെ 9-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നു. അൽ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു തന്റെ മൂജമുൽ കബീറിന്റെ 15-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നു. അൽ ഇമാമുൽ ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയുടെ 1-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നു. അൽ ഇമാമു തഹാവി റളിയല്ലാഹു അൻഹു അൽ മുശ്കിലുൽ ആസാറിന്റെ 13-ാം വാള്യത്തിൽ 5221 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നു. ഹാഫിദ് അബൂ നുഐം റളിയല്ലാഹു അൻഹു തന്റെ ദലായിലുൻ നുബുവയിൽ ഉദ്ധരിക്കുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഇത് ഉദ്ധരിച്ച ആദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ എന്ന് പറയുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ താരിഖുൽ ഖബീറിൽ ഉദ്ധരിക്കുന്നു. ഇപ്പൊ 10 ആളായി. ഇമാം ഹാഫിദുൽ ബദ്ദാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇസ്മായിലുൽ ഇജ്ലൂനി റളിയല്ലാഹു അൻഹു തന്റെ കശ്ഫുൽ ഖഫായിൽ ഉദ്ധരിക്കുന്നു. മഹാനായ അല്ലാമ ഇബ്നു കസീർ സീറത്തുൻ നബവിയിൽ ഉദ്ധരിക്കുന്നു. ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ ഡസൻ കണക്കിന് ഹാഫിളീങ്ങളായ മുഹദ്ദിസുകൾ അവരുടെ കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. കുന്തു നബിയൻ വആദമു ബൈനർ റൂഹി വൽ ജസദി. അന്നേ നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ പറഞ്ഞു, നബിയുൽ അംബിയാ, അംബിയാക്കളുടെ നബിയാണ്. റസൂലുൽ മുർസലീൻ, മുർസലീങ്ങളുടെയും ദൂതനാകുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുൽ അംബിയായി, അംബിയാക്കളുടെയും നബിയാണ്. വലിഹാദാ, ഈ കാരണം കൊണ്ടാണ് ലഹറ ഫിൽ ആഖിറതി ജമീഉൽ അംബിയായി തഹ്ത ലിവാഇഹി, ആദം നബി മുതൽക്ക് എല്ലാ നബിമാരും
മഹ്ശറയിൽ നബിയുടെ കൊടിയുടെ പിന്നിലാണ് നിൽക്കുക, നബിയാണ് മുന്നിൽ നിൽക്കുക. വാദമു വമൻ തഹ്തഹു ദൂന ലിവാഇ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മഹ്ശറയിൽ എൻ്റെ കൊടിൻ്റെ കീഴിലാണ് ആദം നബി മുതൽക്കുള്ള സർവ്വ നബിമാരും നിൽക്കുക. അതാണ് നബിയെയാണ് ആദ്യം പഠിച്ചത്. മാത്രമല്ല വഫി ദുന്യാ, ദുന്യാവിൽ അല്ലാഹു തആല കദാലിക ലൈലത്തുൽ ഇസ്റാഇ സല്ലല്ലാ ബിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്രായിൻ്റെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചും ഒന്നാം ആകാശത്ത് വെച്ചും എല്ലാ നബിമാർക്കും ഇമാമായിക്കൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നു. ഫനുബുവതുഹു അലൈഹിം വരിസാലതുഹു ഇലൈഹിം മഅനൻ ഹാസിലുൽ ലഹു, അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരിലേക്കും നബിദൂതനാണ്, എല്ലാ അമ്പിയാക്കളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്. കുന്തു നബിയൻ വാദമു ബൈനർ റൂഹി വൽ ജസദി, ഞാൻ ആദം നബിയെ പടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നബിയാകുന്നു. പിന്നെ എന്തിനാണ് മറ്റ് നബിമാരെ പറഞ്ഞയച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റ് നബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന നുബുവത്ത് നൽകപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് അതുകൂടി പറയാ. അതും കൂടി പറഞ്ഞാലാണ് എന്താണ് ഇവിടെ അല്ലാഹു തആല കൈമാറ്റം കൊടുത്തത്, എന്തിനാണ് മറ്റ് അമ്പിയാക്കളെ അല്ലാഹു പറഞ്ഞയച്ചത്, അതൊക്കെ ആ ഒരു വിഷയം കൂടി പറഞ്ഞാൽ. റസൂലുള്ളാഹിനെ മുമ്പ് അല്ലാഹു പഠിച്ചു, നുബുവത്ത് അല്ലാഹു തആല നൽകി. ഹഖീഖത്ത് മുഹമ്മദിയ്യ, മുഹമ്മദീയ യാഥാർത്ഥ്യമെന്നാണ് അതിനെ സംബന്ധിച്ച് മഹാന്മാർ പേരിട്ടിരിക്കുന്നത്. ഹഖീഖത്ത് മുഹമ്മദിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹഖീഖത്ത് മുഹമ്മദിയ്യയെ ബഹുമാനിക്കാൻ, ഈ ഹഖീഖത്ത് മുഹമ്മദിയെ വിശ്വസിക്കാൻ എല്ലാ അമ്പിയാക്കളോടും അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നഹു ശംസു ഫളിലിൻഹും കവാകിബുഹാ യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ദുലമി മൗലായ സ്വല്ലി വസൽ. എന്താണ് ഹഖീഖത്ത് മുഹമ്മദിയ്യ, എന്താണ് ആ പടക്കപ്പെട്ടത്, അതുകൂടി പറയാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടെയാണ് മൂന്നാമത്തെ പാർട്ടാകുന്ന അന്നൂറുൽ മുഹമ്മദിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൂറുൽ മുഹമ്മദിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂറേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൂടി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. അത് മൂന്നും കൂടുമ്പോഴാണ് ഒന്ന് നബിയുടെ ആബാവുകളാകുന്ന തറവാടുകൾ അവർ സഞ്ചരിച്ചത്, മറ്റൊന്ന് ഹഖീഖത്ത് മുഹമ്മദിയ്യ, മൂന്നാമത്തെ നൂറ് മുഹമ്മദിയ്യ. ഇത് മൂന്നും കൂടുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ചെറിയ നിലക്ക് നമുക്കറിയുള്ളൂ. ഇപ്പോഴും നമ്മൾ തുടക്കത്തിലാണ്. ഇതാ ഞാൻ പറഞ്ഞത്, അനാദിയായ അതിർവരമ്പുകളില്ലാത്ത കാലത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എങ്ങനെ പറഞ്ഞു തീർക്കും, എവിടെ പറഞ്ഞൊപ്പിക്കും? റസൂലുള്ളാഹി പ്രവാചകത്വ പ്രഖ്യാപനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ 40 വയസ്സിൻ്റെ മുമ്പുള്ളതൊക്കെ നമുക്ക് പറയണം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിൻ്റെ 1 വയസ്സ് തികഞ്ഞോ? പ്രസവിച്ചോ? പറയാൻ കഴിയില്ല. എവിടെ നിന്ന് പറയാൻ കഴിയും? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മഹാനായ ഇമാമുന അബൂ സൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവിടത്തെ പറ്റി പറയുമ്പോൾ അനാദരവായി പോവുകയാണ്. റസൂലുള്ളാഹിനെ പൂർണ്ണാർത്ഥത്തിൽ പ്രകാശിപ്പിക്കാൻ ഒരാളുടെ നാക്കിനും ഒരു ഭാഷക്കും സാധ്യമല്ല. മായിൻ മദഹ്തു മുഹമ്മദൻ ബിമഖാലതി ലാകിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞ ഷിറാസിലെ പൂങ്കുയിൽ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. റസൂലുള്ളാഹിനോട് നാം ചെയ്യുന്ന തെറ്റാകുമോ ഇത് എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. റസൂലുള്ളാഹിനെ എങ്ങനെ പ്രകാശിപ്പിക്കണം? റസൂലുള്ളാഹിനെ എങ്ങനെ പറയണം? നൂറ് മുഹമ്മദിയ്യ എങ്ങനെ പറയണം? നൂറേ മുഹമ്മദ് എങ്ങനെ പറയണം? ഹഖീഖത്ത് മുഹമ്മദിയ്യ എങ്ങനെ മനസ്സിലാക്കണം? ഏത് ബുദ്ധി കൊണ്ടാണ് അത് അളക്കുക? ഏത് നാക്കുകൊണ്ടാണ് അത് പറയുക? ഒരു കണ്ണിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരു ഹൃദയം കൊണ്ടും ആവാഹിച്ചെടുക്കാൻ കഴിയാത്ത മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിൻ മദഹ്തു മുഹമ്മദൻ ബിമഖാലതി, റസൂലുള്ളാഹിനെ മദ്ഹ് പറയുകയല്ല, മദ്ഹ് ഞാൻ പറയുന്നില്ല. ലാക്കിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി, നബിയെ കൊണ്ട് അവിടുത്തെ ഉപ്പാപ്പമാര് ശ്രേഷ്ഠതയുള്ള ആളുകളായതുപോലെ, നബിയെ കൊണ്ട് ഹറമിന് ശ്രേഷ്ഠത കിട്ടിയതുപോലെ,
നബിയെ കൊണ്ട് മദീനയിലുള്ള ഹറമിന് ശ്രേഷ്ഠത കിട്ടിയ പോലെ ഹറമ് കൊണ്ട് നബിക്ക് ശ്രേഷ്ഠത കിട്ടിയതല്ല, നബിയെ കൊണ്ട് ഹറമിന് ശ്രേഷ്ഠത കിട്ടിയതുപോലെ, നബിയെ കൊണ്ട് അവിടുത്തെ ആബായിന് ശ്രേഷ്ഠത കിട്ടിയതുപോലെ നബിയെ പറയൽ കൊണ്ട് നമുക്ക് ശ്രേഷ്ഠത കിട്ടട്ടെ. ഇതാണ് നമ്മളുടെ ഉദ്ദേശം. ഇതാണിപ്പോൾ പറഞ്ഞതുകൊണ്ട് നബിയെ കൊണ്ട് നമുക്ക് മദ്ഹ് ഉണ്ടാകുക. അല്ലാതെ നാം പറഞ്ഞിട്ട് നബിയുടെ മദ്ഹ് എവിടെ പറഞ്ഞാലും തീരില്ല. ഇരിക്കട്ടെ, എന്താണ് നൂറെ മുഹമ്മദ്? ആത്മീയമായും ശാരീരികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നൂറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ പ്രകാശം എന്നാണ്. എന്നാൽ നൂറെ മുഹമ്മദിനെ പരിഭാഷപ്പെടുത്താൻ ഒരു ഭാഷ ലോകത്തില്ല. നമുക്ക് തിരിയാൻ വേണ്ടി പ്രകാശം എന്ന് പറയാം. ആ പ്രകാശത്തിന് ഇന്ധനം തീർന്നു പോയാൽ കെട്ടുപോകുന്ന സൂര്യൻ്റെ പ്രകാശത്തോട് നിങ്ങൾ തുലനം ചെയ്യരുത്. 1000 സൂര്യന്മാർ ഒപ്പം തീതുപ്പിയാലും മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രകാശത്തിൻ്റെ അടുക്ക് എത്തുകയില്ല. അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. പരക്കോടി പൂർണ്ണചന്ദ്രൻ ഒരു രാത്രി ഒപ്പം നിലാവ് വഹിച്ചാലും മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നൂറെ മുഹമ്മദിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ നൂറിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുക? എന്താ, വാക്കുകളില്ല. ആ പ്രകാശം റസൂലുള്ളാഹിയുടെ ശരീരവും നബിയുടെ ആത്മാവും അല്ലാഹു തആല ഈ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയെ പടച്ചത് തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചത് മണ്ണുകൊണ്ടാണ്. മനുഷ്യരെയൊക്കെ പടച്ചത് കൊണ്ടാണ്. നബിയെയും മണ്ണുകൊണ്ടാണ് പടക്കപ്പെട്ടത്. പക്ഷേ ആദം നബി മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ മനുഷ്യരിനും ഇല്ലാത്ത ഒരു ചേരുവ കൂടി റസൂലുള്ളാഹിയുടെ പടപ്പിലുണ്ട്. അതാണ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ഭൗതികമായ ശരീരം അല്ല പടച്ചിരിക്കുന്നത് സാധാരണ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള അമ്പിയാക്കളെ പടച്ച മണ്ണുള്ളതുപോലെ അവരിൽ ഇല്ലാത്ത ഗുണമാകുന്ന 100 കൂടി ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജഡത്തിൽ. അത് ആത്മാവിലുമുണ്ട് ജഡത്തിലുമുണ്ട്, രണ്ടിലുമുണ്ട്. ആ 100 മുഹമ്മദാണ് അല്ലാഹു തആല ആദ്യമായി ലോകത്ത് പടച്ചത്. ആലമിനെ പടക്കുന്നത് ആലം എന്ന് പറഞ്ഞാൽ എന്താ? മാസിവൽ ബാരി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ളതെല്ലാം ആലമാണ്. അപ്പൊ അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പഠിച്ചത് റസൂലുള്ളാഹിന്റെ നൂറാണ്. ഇത് കള്ളക്കഥയാണ്. മഹാനായ ഇമാം ഹാഫിൽ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുനിയയിൽ ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിഷയങ്ങളിലേക്ക് കിടക്കാം. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, ആ നൂറ് എന്താ എന്ന് പറയുന്നതിൻ്റെ മുന്നേ ആ നൂറിനെ അല്ലാഹു തആല ആദ്യമായി ലോകത്ത് പഠിച്ചു. പരിശുദ്ധ ഖുർആനിൽ ആദം നബിയെ പടച്ച ധാരാളം ആയത്തുകളുണ്ട്. മണ്ണുകൊണ്ട് പഠിച്ചു, മണ്ണുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പഠിച്ചത്. പക്ഷേ ഒരു മനുഷ്യനിൻ്റെ ശരീരത്തിലും ഇല്ലാത്ത നിലക്ക് മറ്റൊരു ചേരുവ ലോകത്ത് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്നത്, ചേർത്തിയിരിക്കുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാത്രമാണ്. മലക്കുകളിലില്ല, ജിന്നുകളിലില്ല, ഇൻസുകളിൽ ഏറ്റവും പ്രധാനികളായ അമ്പിയാക്കളിൽ വരെ ആ ചേരുവയില്ല. ആ ചേരുവ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരേ ഒരാളുടെ ചേരുവയിൽ മാത്രമാണുള്ളത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ആകാരത്തില് ശരീരരൂപത്തില് അങ്ങനെയുള്ള ഒരു പടപ്പിനെ മുമ്പും അല്ല പടച്ചിട്ടില്ല, ഇനി ശേഷവും പടച്ചിട്ടില്ല, ഇനി പടക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരു ശരീരപ്രകൃതിയും ശാരീരിക രൂപവുമുള്ള നേതാവ് ഒരേ ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി, ബദലില്ല. അങ്ങനെ രൂപത്തിലുള്ള, അതല്ലേ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. ആകാരത്തിൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ ശരീരരൂപമാണ്, ശരീരത്തിൻ്റെ രൂപത്തിലും വഫീ ഖുലുഖി സ്വഭാവത്തിൻ്റെ രൂപത്തിലും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും അമ്പിയാക്കളിൽ നിന്ന് വ്യത്യസ്തനായ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരു സൃഷ്ടി ലോകത്ത് അല്ല വേറെ രൂപം ചെയ്തിട്ടില്ല, രൂപകൽപ്പന അല്ല കൊടുത്തിട്ടില്ല.
മഹദിയായ ആയിഷ ബീവി പറഞ്ഞില്ലേ, വഹ്സനു മിൻക ലം തലിദിൻ നിസാഉ വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി. അങ്ങയുടെ രൂപം പോലുള്ള ഒരു രൂപം എൻ്റെ കണ്ണ് ലോകത്ത് കണ്ടിട്ടില്ലല്ലോ നബിയേ. ഖുലിഖത മുബറഅൻ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അങ്ങ് എന്താണോ ഉദ്ദേശിച്ചത്, അങ്ങ് ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലാഹു തആല അങ്ങേക്ക് രൂപകൽപ്പന ചെയ്തതുപോലുണ്ടല്ലോ അങ്ങയുടെ രൂപം. ലോകത്തൊരാൾക്കും അങ്ങയുടെ രൂപമില്ലല്ലോ നബിയേ. അപ്പൊ മുമ്പും പിമ്പും ജിന്നിലും മിൻസിലും മലക്കുകളിലും അള്ളാഹുവിന്റെ പടപ്പുകളിലും നബിയുടെ ശരീരത്തിന്റെ രൂപം പോലുള്ള ഒരു ശരീരം അല്ല പടച്ചിട്ടില്ല. ഏതാണ് ആ ചേരുവ? അതാണ് നൂറെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആദ്യമായി ലോകത്ത് പഠിച്ചത് അതാണ്. ഞാനത് പറയുന്നില്ല, റസൂലുള്ളാഹി തന്നെ പറയട്ടെ. വറവ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ബിസനദിഹി, അവിടെ നിന്ന് നീണ്ട സനദ് മുഖേന അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ അരുമ ശിഷ്യനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. അത് വേറെ കാരണം ഉണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെ വിഷയം തെറ്റിപ്പോവും, ഞാനത് പറയുന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരു ചോദ്യം ചോദിച്ചു. കാല കുൽത്തു, മൂപ്പര് പറയാൻ കുൽത്തു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ബി അബി അൻത വ ഉമ്മി, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് ദണ്ഡമാണ്. അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബല അശ്യാ. അല്ലാഹു തആല ഈ ലോകത്ത് സർവ്വ വസ്തുക്കളെയും പടക്കുന്നതിൻ്റെ മുന്നേ ഏതാണ് അല്ലാഹു തആല ആദ്യം പടച്ച സൃഷ്ടി? അതൊന്ന് എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. ഒരു ചോദ്യമാണല്ലോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അത് ചോദിക്കുമ്പോൾ ഉള്ള വാചകാണ് അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഒന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ പറയല്ലോ, അതാണ് ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബല അശ്യാ. ഈ ലോകം പടക്കുന്നതിൻ്റെ മുന്നേ അല്ലാഹു തആല ആദ്യം പഠിച്ചത് എന്താ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ജാബിർ, ഓ ജാബിറേ, ഇന്നല്ലാഹ തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല, ഖദ് ഖലഖ ഖബലൽ അശ്യാഇ, എല്ലാ വസ്തുക്കളുടെയും മുന്നേ പടച്ചു. നൂറ നബിയിക, നിന്റെ നബിയുടെ നൂറിനെയാണ് അല്ലാഹു തആല പഠിച്ചിരിക്കുന്നത്. ഫജഅല ദാലിക നൂറ, ആ നൂറിനെ അല്ലാഹു തആലയാക്കി ബിൽ ഖുദ്റത്തി ഹൈസു ഷാ അല്ലാഹു തആല, അതിൽ പലതും അല്ലാഹു തആല നൂറിൽ നിക്ഷേപിച്ചു. വലം യകും ഫീ ദാലികൽ വഖ്തി ലൗഹുൻ വലാ ഖലമുൻ വലാ ജന്നത്തുൻ വലാ നാറുൻ വലാ മലക്കുൻ വലാ സമാഉൻ വലാ അർദുൻ വലാ ശംസുൻ വലാ ഖമർ വലാ ജിന്നിയുൻ വലാ ഇൻസിയുൻ. റസൂലുള്ളാഹി ഓരോന്നെണ്ണി പറയുന്നു. അർശെന്ന് പറയുന്ന ലോകം വന്നില്ല, ലൗഹെന്ന് പറയുന്ന ലോകമില്ല, കലമെന്ന് പറയുന്ന ലോകമില്ല, കുർസി എന്ന് പറയുന്ന ലോകമില്ല, സ്വർഗമല്ല പടച്ചിട്ടില്ല, അന്ന് നരകമല്ല പടച്ചിട്ടില്ല, മലക്കിനെ അല്ല പടച്ചിട്ടില്ല, ആകാശമല്ല പടച്ചിട്ടില്ല, ഭൂമി അല്ല പടച്ചിട്ടില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പടച്ചിട്ടില്ല, വലാ ജിന്നിയും വലാ ഇൻസിയിൻ, ഭൂതവർഗത്തെ പടച്ചിട്ടില്ല, മനുഷ്യവർഗത്തെ പടച്ചിട്ടില്ല. ഇതൊക്കെ പടക്കുന്നതിൻ്റെ മുന്നേ നിന്റെ റബ്ബ് ആദ്യം പടച്ചിരിക്കുന്നത് നൂറ നബിയിക, നിന്റെ നബിയാകുന്ന എൻ്റെ നൂറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹാഫിൽ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. ഹാഫിൽ ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ മവാഹിബുൽ ലദുന്നിയ 1-ാം വാള്യത്തിൽ അത് ഉദ്ധരിക്കുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അങ്ങനെ ധാരാളം ആളുകൾ ഈ വിഷയം ഉദ്ധരിക്കുന്നു. ഇനി അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ പഠനം. നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അവ്വലഹാ അന്നൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല നൂറിനെ പഠിച്ചു, സുമ്മൽ മാ സുമ്മൽ അർഷ് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവ്വലുമാ ഖലഖല്ലാഹു തആല അൽ ഖലമ എന്ന് ചില ഹദീസുകളിലൊക്കെ കാണാം. അല്ലാഹു തആല കലമു എന്ന് പറയുന്ന ലോകത്തെയാണ് ആദ്യം പഠിച്ചത്. കലമു നിറം പേനാന്നാരും ചിന്തിക്കണ്ട കേട്ടോ. കലമ്, ലൗഹ്, അർശ്, കുർസ് എന്നൊക്കെ വലിയ ലോകങ്ങളാണ്. അതന്നെ ഓരോ ദിവസം പറയാണ്ട് ഓരോ ലോകവും അങ്ങോട്ട് ഇപ്പം കിടക്കുന്നില്ല, അത് വേറെ ലോകങ്ങളാണ്. ആ ലോകം
കലമ് എന്ന് പറയുന്ന ലോകമാണ് ആദ്യം പഠിച്ചതെന്നൊരു ഹദീസിലുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നബിയുടെ 100 പഠിച്ചതിന് ശേഷം പിന്നെ ആദ്യം പഠിച്ചത് കലമാണ്, പിന്നെ ആദ്യം പഠിച്ചത് ആണ്, പിന്നെ ആദ്യം പഠിച്ചത് അർഷാണ്. അങ്ങനെയാണ് ആ പിന്നെ ആദ്യം അങ്ങനെ ഉണ്ടാവുമല്ലോ. ആദ്യം വന്നത് ആരാണ്? ഇന്നാളാണ്. പിന്നെ ആരാദ്യം വന്ന് വയ്ക്കും? അപ്പം പിന്നെ ആദ്യം വന്ന ആൾ ഇന്നതാണ് എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥമെന്ന് ഇടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പം ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100നെ അള്ളാഹു പഠിച്ചു. ആ 100ന് വെറും പ്രകാശാണോ? അല്ല. അതാ ഞാൻ പറഞ്ഞ, ആ 100 നബിയായിരുന്നു. കുന്തു നബിയൻ വാദമു ബൈനൽ മായി വത്തീൻ. ആ 100 നുബുവത്തുള്ള 100ആണ്. അപ്പൊ സാധാരണ ഒരു പ്രകാശമല്ല അത്. ആ 100ന് നുബുവത്ത് എന്ന് പറയുന്ന, നബി എന്ന് പറയുന്ന സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹഖീഖത്ത് മുഹമ്മദിയയും ആ നൂറുൽ മുഹമ്മദിയും ഒന്നിച്ച് വായിക്കണം. ആദ്യമായി അള്ളാഹു പഠിച്ചതാണ്. എന്നിട്ടോ അങ്ങനെ ഖുർആനിൽ അത് പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ 100 പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച ആയത്ത്, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. നബിയെ, അങ്ങേ നാം നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ സാക്ഷിയായിട്ടാണ്, വ മുബശ്ശിറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടും, വ നദീറൻ ജനങ്ങളെ ഉത്ബോധനം നടത്തുന്നവരായിട്ടും, വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി അല്ലാഹുവിൻ്റെ സമ്മതത്തോടുകൂടെ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാനും അങ്ങേ നിയോഗിച്ചു. വസിറാജം മുനീറാ, വസിറാജം മുനീറാ, കത്തിജ്വലിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന സിറാജായിട്ടാണ് അങ്ങേ നാം പടച്ചിരിക്കുന്നത് നബിയേ, അങ്ങേ നാം അയച്ചിരിക്കുന്നത് നബിയേ. സിറാജ് മലയാളത്തിൽ വിളക്ക് എന്ന് പറയും. മുനീറ പ്രകാശം ചുരത്തുന്ന, എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകാശഗോപുരമായിട്ട് അങ്ങേ നാം പടച്ചിരിക്കുന്നു നബിയേ. അല്ലാഹു തആല ഖുർആനിലെ സൂറത്ത് അഹ്സാബിന്റെ 45-ാമത്തെ വചനത്തിൽ ഇത് പറഞ്ഞത് കാണാം. വസിറാജം മുനീറാ. തൊട്ടടുത്ത ആയത്തിൽ സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല ഒന്നുകൂടി ഇത് വ്യക്തമായി പറയുന്നു. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. സൂറത്ത് മാഇദയുടെ 15-ാമത്തെ ആയത്തിലും അല്ലാഹു തആല ഈ 100നെ സംബന്ധിച്ച് പറയുന്നു. ഖദ് ജാഅകും, തീർച്ചയായിട്ടും മനുഷ്യരെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മിനല്ലാഹ് അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന്, നൂറുൻ പ്രകാശം വന്നിരിക്കുന്നു. അന്നൂർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന 100 നിങ്ങളിലേക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സൂറത്ത് മാഇദയിൽ 15-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നൂറാനിയത്ത്, റസൂലുള്ളാഹിന്റെ 100നെ അല്ലാഹു തആല ആദ്യമായി പടച്ചു. അതിന് അല്ലാഹു തആല നുബുവത്ത് നൽകി. ആ നബിയെ കൊണ്ട് വിശ്വസിക്കാനാണ് ആരോട് പറഞ്ഞത്? അമ്പിയാക്കളോട് പറഞ്ഞത്. ഒന്നുകൂടി, അങ്ങനെ ആ 100 മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചു, നബിയാക്കി. കുന്തു നബിയം വാദമു ബൈന റൂഹി വൽ ജസദി. ഇനി ആദ നബിയെ പടക്കുകയാണ്. ആദ നബിയുടെ മുതിയിലേക്ക് പടച്ചപ്പോൾ മുതുകിലേക്ക് കൈമാറി. ആരെ കൈമാറിയത്? 100 മുഹമ്മദിയ്യ്, ഹഖീഖത്ത് മുഹമ്മദിയ്യ അതാ കൈമാറുന്നു ആദ നബിയുടെ മുതുകിലേക്ക്. മുഹമ്മദുൻ അഷ്റഫുൽ അഗ്റാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. മുഹമ്മദുൻ റുവിയത്ത് ബിന്നൂരി തീനതുഹു, മുഹമ്മദുൻ റുവിയത്ത് ബിന്നൂരി തീനതുഹു, മുഹമ്മദുൻ ലം യസൽ നൂറൻ മിനൽ ഖിദമി, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റുവിയത്തു തീനതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടക്കാൻ വേണ്ടി അല്ലാഹു ഉപയോഗിച്ച തീനത്ത് ചളിമണ്ണ്,
ആ ചളിമണ്ണിനോട് അല്ലാഹു തആല കുടിപ്പിച്ചു. ബിന്നൂരി, റസൂലുള്ളാഹിയുടെ നൂറ് മുഹമ്മദി കുടിപ്പിച്ചു. റസൂലുള്ളാഹിനെ പടക്കാൻ വേണ്ടി തീനത്തുണ്ടാക്കിയപ്പോ ആ തീനത്തിനെ നൂറ് കൊണ്ട് അല്ലാഹു തആല കലർത്തി. മുഹമ്മദും ലം യസൽ നൂറൻ മിനൽ ഖിദമി. അങ്ങനെ പഴയ കാലത്ത് ആദം നബിയുടെ മുമ്പ് തന്നെ സർവ്വ വസ്തുക്കളും ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് നൂറായിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഭൗതിക ലോകത്ത് ആകാരത്തോടെ ശരീരത്തോട് കൂടെ വരുമ്പോൾ ആ ശരീരത്തിലും അല്ലാഹു തആല നൂറിനെ പടച്ചു വെച്ചു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശരീരം നൂറും തീനത്തും കൂടിയതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ മൗലിദിൻ്റെ കിതാബുകളിലൊക്കെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തിന് ആദം നബിയിലേക്ക് അല്ലാഹു തആല കൈമാറി. ആദം നബിയുടെ മുതുകിൽ നിന്ന് മറ്റൊരു മുതുകിലേക്ക്, ഇങ്ങനെ ഓരോ ആളുകളുടെ മുതുകിൽ നിന്നും മുതുകിലേക്ക് ഫലം യസൽ യൻകുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൽ സകിയത്തി ത്വയ്യിബ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ. എൻ്റെ മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിലൂടെ ഉദരത്തിലൂടെ എന്നെ പ്രപഞ്ചത്തിലേക്ക് അല്ല കൊണ്ടുവരുന്നത് വരെ പ്രധാനപ്പെട്ട ഉപ്പാപ്പമാരുടെ മുതുകിലൂടെ ഈ നൂറാനിയത്തിനെ അല്ലാഹു തആല കൈമാറി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചാണ് ഹാഫിദുൽ ബൂസൂരി റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇന്നഹു ശംസു ഫളിലിൻ ഹും കവാകിബുഹാ യുൽഹിറന അൻവാറഹാ ലിന്നാസി ഫിൽ ഉലമി. ഫഇന്നഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ശംസു ഫളിലിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ഉപമിച്ചു തരാനുള്ളത് സൂര്യനാണല്ലോ. കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ പ്രകാശമേ നമ്മുടെ കൺമുമ്പിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ, ഉപമ പറഞ്ഞു തരാൻ നമുക്കറിയുന്ന സൂര്യനെ പിടിച്ചുകൊണ്ട് ഇമാം ബൂസൂരി പറയുന്നു, റസൂലുള്ളാഹി സൂര്യനെ പോലെ കത്തിജ്വലിക്കുകയാണ്. ഹും കവാകിബുഹാ, ആ സൂര്യൻ്റെ പ്രകാശത്തിനെ ആവാഹിച്ചെടുത്ത് പൂർണ്ണചന്ദ്രൻ നമുക്ക് രാത്രി പ്രകാശം തരുന്നുണ്ട്. അതുപോലെ മഹത്തുക്കളായ ആദം നബി മുതൽക്കുള്ള അമ്പിയാക്കൾ റസൂലുള്ളാഹിയുടെ നൂറാകുന്ന സൂര്യനെ ഏറ്റുവാങ്ങിയിട്ട് ആ പ്രകാശം ചന്ദ്രൻ നമുക്ക് നൽകുന്നത് പോലെ ഇവരിലൂടെ ചന്ദ്രൻ്റെ പ്രകാശമാണ് റസൂലുള്ളാഹിയെ ഏറ്റുവാങ്ങി മറ്റ് അമ്പിയാക്കളൊക്കെ ഈ ലോകത്ത് നൽകിയത്. അവരെ അല്ലാഹ് നിയോഗിച്ചത് തന്നെ ഈ സൂര്യനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടാണ്. അടിസ്ഥാനപരമായിട്ട് മറ്റ് അമ്പിയാക്കളുടെ ലക്ഷ്യം തന്നെ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നൂറാനിയത്തിനെ ഇങ്ങോട്ട് എത്തിച്ചു തരിക എന്ന ഉത്തരവാദിത്തമാണ് മറ്റുള്ള അമ്പിയാക്കൾക്കുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് അല്ലാഹു തആല കരാറായി സ്വീകരിച്ചു, അവരോട് കരാർ വാങ്ങി എന്ന് പറഞ്ഞത്. മഹത്തുക്കളായ ഇമാമുകൾ ഇത് രേഖപ്പെടുത്തുന്നു. ഫഇന്നഹു ശംസു ഫളിലിൻ ഹും കവാകിബുഹാ യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ഉലമി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന, ഞാൻ പറഞ്ഞു ശാരീരികമായിട്ട് നബിക്ക് പ്രകാശമുണ്ട്, ആത്മീയമായിട്ടും പ്രകാശമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല ഖൽഖി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദമിനെ പടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നൂറായിരുന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നു. അങ്ങനെ പറഞ്ഞ നബി ചില ഹദീസുകളിലൊക്കെ കാണാം 14,000 കൊല്ലം മുന്നേ നൂറായിരുന്നു. ചില ഹദീസുകൾ അൽഫയാമിൻ 2000 കൊല്ലം മുന്നേ നൂറായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകൾ കാണാം. അതൊക്കെ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ലൗഹും അർശും കുർസും ഒക്കെ പടക്കുന്നതിൻ്റെ മുന്നേ നൂറായിട്ട് പടച്ചു. പിന്നെ ഓരോ ഘട്ടങ്ങളിൽ പ്രത്യേകമായ ചില സംഭവ വികാസങ്ങൾ അല്ലാഹു തആല നബിയുടെ നൂറാനിയത്തിന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, നൂറിനെ പടച്ച് പിന്നെയാണല്ലോ മലക്കുകളെ പഠിച്ചത്. കുറേ കാലം കഴിഞ്ഞിട്ട് മലക്കുകളെ പടക്കുമ്പോൾ ഈ നൂറാനിയത്ത് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വെറും പ്രകാശമല്ല, ഹഖീഖത്ത് മുഹമ്മദിയ കുന്തു നബിയൻ, നബിയായിട്ട് തന്നെ അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട്. ആ നബി തസ്ബീഹ് ചെല്ലുന്നു. തസ്ബീഹ് ചെല്ലുന്ന കേട്ടപ്പോൾ മലക്കുകൾ യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂറു, റസൂലുള്ളാഹിയുടെ നൂറാനിയത്തിൻ്റെ തസ്ബീഹ് കേട്ടുകൊണ്ട് മലക്കുകളും തസ്ബീഹ് ചൊല്ലി. മൗലിദിൽ കാണാം അല്ലേ, ഹദീസിലുള്ളതാണ്. അത് 14,000 കൊല്ലം മുന്നേ തസ്ബീഹ് ചൊല്ലി, 2000 കൊല്ലം മുന്നേയും അത് തുടർന്നുകൊണ്ടേയിരുന്നു.
അതാണ് മൗലിദിൽ 2000 കൊല്ലം മുന്നേ തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് എത്തിച്ചു എന്ന് കാണാം. അങ്ങനെ തസ്ബീഹ് ചൊല്ലി വന്ന ഈ നൂറാനിയത്ത് പ്രസവിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹിൻ്റെ ശരീരം തന്നെ നൂറായിരുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം, റസൂലുള്ളാഹിയെ പ്രസവിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഉമ്മ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെടുമ്പോൾ ഉമ്മാൻ്റെ അടുക്കൽ ഖിദ്മത്തിന് സേവനത്തിന് നിന്നിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുണ്ട്. അവരും ആ മഹദിയും പറയുന്നു, അൻ ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയും അവിടെ ഖിദ്മത്തിന് നിന്നിരുന്നു. ഉസ്മാൻ ബിൻ അബിൽ ആസ് പറയുകയാണ്, ഹദ്ദസത്തിനി ഉമ്മി, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, അന്നഹാ, എൻ്റെ ഉമ്മ, ഷഹീദത്തി വിലാദത ആമിന റളിയല്ലാഹു അൻഹാ, ആമിന ബീവിയുടെ പ്രസവത്തിന് ദൃഗസാക്ഷിയായവളാണ് എൻ്റെ ഉമ്മ. ആ ഉമ്മ പറയുന്നു, ഖാലത്ത് ഫമാ ശൈഉൻ അൻളുറുഹു ഫിൽ ബൈത്തി, പ്രസവിക്കപ്പെട്ടപ്പോൾ വീട്ടിൽ ഒരു വസ്തുവിനെയും ഞാൻ കണ്ടില്ല, ഇല്ലാ നവ്വറ, ആ വസ്തുക്കളൊക്കെ പ്രകാശിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇംതലാത്തിൽ ബൈത്തുല്ലദീ വുലിദ ഫീഹി നൂറാ, ആ വീട് മുഴുവൻ പ്രകാശം കൊണ്ടങ്ങ് നിറഞ്ഞു. വീട് മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹിദ്തുഹു അലൈഹിസ്സലാത്തു വസ്സലാം യൗമ ദഖല അലൈനൽ മദീന, നബി മദീനയിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോൾ ഞാൻ അവിടെ ദൃഗസാക്ഷിയായി സദസ്സിലുണ്ട്. ഫലം അറ യൗമൻ അൽവഅ മിൻഹു, മദീനയാകെ പെട്ടെന്നങ്ങ് പ്രകാശം വന്നു. അത്ര പ്രകാശിച്ചതായിട്ട് പിന്നെ മദീനത്തെ ഒരു ദിവസവും ഞാൻ വേറെ കണ്ടിട്ടില്ല. മദീന ആകെ അങ്ങ് പ്രകാശിച്ചു നബി എന്നപ്പോൾ. ഇനി ആ പ്രകാശം പോവില്ല, നബി അവിടെ ഉണ്ട്, മദീന ആകെ പ്രകാശം. ഇനി ആ പ്രകാശം പോവണമെങ്കിൽ എന്തു ചെയ്യണം? ഈ കണ്ട ആള് നബി വഫാത്തായിട്ടും അവിടെ കാണാം, അപ്പോഴെ മുമ്പുള്ള അവസ്ഥയിലേക്ക് ഇനി മദീന പോവുള്ളൂ. അതിൻ്റെ അടുക്ക് വന്നോലൊന്നും ഈ പ്രകാശം അറിയില്ല, അത് മുമ്പേ ഉള്ളതാണെന്ന് അവർ മനസ്സിലാക്കുക. പിന്നുള്ളവരൊക്കെ ഇത് മദീനത്ത് ഇങ്ങനെ മുമ്പേ ഉള്ള പ്രകാശമാണെന്നാണ് കരുതുക. നബി കടന്നു വന്നപ്പോൾ ഞാൻ മദീനയിലുണ്ട്, അതിൽ പെട്ടെന്ന് മദീനയാകെ പ്രകാശം ചുരത്തി. വശഹിത്തുഹു, ഉടനെ മഹാൻ പറയാ, വശഹിത്തുഹു യൗമമാത, നബി മരിച്ചപ്പോഴും ഞാൻ മദീനയിലുണ്ട്. ഫലം അറ യൗമൻ അദ്ലമ മിൻഹു, മദീനയാകെ പഴയ ഇരുട്ടിലേക്ക് വന്നു. അങ്ങനെയുള്ള ഇരുട്ട് പിന്നീട് ഞാൻ ലോകത്ത് കണ്ടിട്ടേ ഇല്ല. മുമ്പുള്ള ഇരുട്ടിലേക്ക് മദീനയായി. റസൂലുള്ള വന്നപ്പോൾ അതാ റസൂലുള്ള ശാരീരികമായിട്ട് തന്നെ റസൂലുള്ള പ്രകാശ. ഒരു വയലിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നായിട്ട് പ്രകാശം വരുത്തും. ആ പ്രകാശം അതാ എന്തിനോടാണ് ഉപമിക്കുന്നത്? ഇമാം ബറാഅ റളിയല്ലാഹു അൻഹു പറയുന്നു, അകാന വജുഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല സൈഫി, പ്രകാശം കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ശോഭിക്കാറുണ്ട്. അത് നല്ല മൂർച്ചയുള്ള വാൾത്തലപ്പ് പോലെയാണോ? ഒരു താബി, നബിയെ കാണാത്ത ഒരാള് ബറാഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി ബറാഅ പറയുന്നു, ലാ ബൽ മിസ്ലൽ ഖമരി, പൂർണ്ണചന്ദ്രന്റെ ശോഭ പോലെയായിരുന്നു റസൂലുള്ളാഹിന്റെ മുഖക്കമലം. പൂർണ്ണചന്ദ്രന്റെ ശോഭ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നതിൽ ഏറ്റവും കൂടുതലാണത്. അതിനപ്പുറം ഒന്ന് സാദൃശ്യപ്പെടുത്താനില്ലാത്തത് കൊണ്ടാണ്. ഇതേ സ്വഹാബി വീണ്ടും പറയുന്നു, മാറയിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു ശരീരവും ഞാൻ കണ്ടിട്ടില്ല. കഅന്നമ ശംസു തജ്രി ഫീ വജീഹി, റസൂലുള്ളാഹിന്റെ ശരീരം നോക്കുമ്പോൾ, അവിടുത്തെ മുഖം നോക്കുമ്പോൾ ആ മുഖത്ത് സൂര്യൻ ഇങ്ങനെ ചലിക്കുന്നത് പോലെയാണ് കാണുന്നത്. അത്രമാത്രം പ്രകാശം റസൂലുള്ളാഹിന്റെ. എന്നല്ല ബൽകാന മിസ്ല ശംസി വൽ ഖമറി, സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് പ്രകാശം പൊഴിക്കുകയാണെങ്കിൽ എത്രയുണ്ടാകുമോ അതിനേക്കാൾ വലിയ പ്രകാശം. വകാന മുസ്തതീറ, റസൂലുള്ളാഹിന്റെ മുഖക്കമലം വൃത്താകൃതിയിലായിരുന്നു റസൂലുള്ളാഹിന്റെ മുഖം. എന്നിട്ടോ ആ മുഖത്ത് അതാ തൊട്ടടുത്ത മതില് റസൂലുള്ളാഹിന്റെ മുഖത്ത് കാണുന്നു. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത പുര റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ശോഭ കാരണം അതെല്ലാം കണ്ണാടി പോലെ റസൂലുള്ളാഹിന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നു. ഇങ്ങനെ ശോഭിതമായ പ്രശോഭിതമായ മുഖക്കമലമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ റസൂലുള്ളാഹിന്റെ ഭംഗിയല്ല ഇപ്പോൾ പറഞ്ഞത്,
റസൂലുള്ളാഹിന്റെ ഭംഗി വേറെ പറയാനുണ്ട്. സാഹിബുൽ ഖദ്ദിൽ അസീൽ വൽ വജ്ഹിൽ ജമീൽ അദജ്ജൽ ആജിബൈൻ അഗ്നൽ ഉനുഖൈൻ, അത് വേറെ പറയാനുണ്ട്. അതല്ല ഇപ്പൊ പറഞ്ഞത്. റസൂലുള്ളാഹി നൂറായിരുന്നു ശരീരം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റൂമിലിരിക്കുകയാണ്. അതാ സൂചി നിലത്ത് വീണു, ഇരുളിൽ അത് തപ്പുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി കടന്നു വരുന്നു. ആ പ്രകാശം പരന്നു, ആ പ്രകാശം കൊണ്ട് സൂചി എടുക്കുന്നു. ഹദീസിൽ കാണാം, അതാ റസൂലുള്ളാഹിന്റെ ശരീരം പ്രകാശമായിരുന്നു. അങ്ങനെ എത്ര ഹദീസുകളാ, ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് പറഞ്ഞു കാണാം. അതുകൊണ്ടല്ലേ ഷിറാസിലെ പൂങ്കുയിൽ പറഞ്ഞത് ശബീഹുക ബദ്റുൽ ലൈലി ബൽ അൻതം വറൂ വവജ്ഹുക മിമ്മായിൽ മലാഹത്തി യസ്ഹറൂ. 1000 പൂർണ്ണചന്ദ്രൻ പ്രകാശം പൊഴിച്ചാലും അതിനെയൊക്കെ കവർ ചെയ്യുന്ന പ്രകാശമാണല്ലോ നബിയേ അങ്ങയുടെ പ്രകാശം. വവജ്ഹുക മിമ്മായിൽ മലാഹത്തി യസ്ഹറൂ, സൂര്യകിരണങ്ങളെ കൊണ്ട് തെളിഞ്ഞ ശുദ്ധമായ പച്ചവെള്ളം പ്രകാശിക്കുന്നതിനേക്കാൾ അങ്ങയുടെ മുഖം പ്രകാശിക്കുന്നുണ്ടല്ലോ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ സംബന്ധിച്ച്, അവിടുത്തെ മുഖത്തിൽ ഉള്ള പ്രകാശത്തെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അത് ശാരീരികമായിട്ടും ആത്മീയമായിട്ടും അവിടുത്തെ പ്രകാശമുണ്ട്. ആ കാര്യം അവിടെ വെച്ച് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ പ്രസവിച്ചതിനു ശേഷവും അന്നേ നബിയാണ് എന്നുള്ളതിനുള്ള ഒരു 2-3 ഉദാഹരണങ്ങൾ അവിടുത്തെ ചരിത്രത്തിൻ്റെ ഏടിൽ നിന്ന് പറഞ്ഞ് നമുക്ക് പിൻവാങ്ങാം. അതിലൊന്ന് ഖത്മുൻ നുബുവത്ത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ഖസായിസുൽ കുബറയിൽ ഖത്മുൻ നുബുവത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ഖത്മുൻ നുബുവത്ത് എന്ന് പറഞ്ഞ സംഗതിയുള്ളത് നുബുവത്തിൻ്റെ ശീല്, നുബുവത്തിൻ്റെ മുദ്ര. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത് മുതൽ എല്ലാവരും കണ്ടു. പ്രസവിക്കപ്പെട്ടത് മുതൽ എല്ലാവരും റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ മുദ്ര കണ്ടു. ഹദീസുകളിലൊക്കെ കാണാം. മഹാനായിരിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, റഅയ്തുൽ ഖാതമ ഇൻദ കത്ഫിഹി മിസ്ല ബൈലത്തിൽ ഹമാമ യുശ്ബിഹു ജസദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ജാബിർ ബിൻ സമത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഇടത്തെ ചുമലിൽ നുബുവത്തിൻ്റെ ശീല് മേടപ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പത്തിൽ ഒരു നുബുവത്തിൻ്റെ ശീലുണ്ടായിരുന്നു. അത് 40 വയസ്സായപ്പോഴാണ് കിട്ടിയത്. 40 വയസ്സായപ്പോഴല്ലല്ലോ അത് കിട്ടിയത്. റസൂലുള്ളാഹി 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത് എങ്കിൽ ഖത്മുൻ നുബുവത്തിൻ്റെ ശീല് പ്രസവിക്കപ്പെട്ട സമയത്തു തന്നെ റസൂലുള്ളാഹിയുടെ ഇടത്തെ ചുമലിൽ ഉണ്ടായിരുന്നു. മരണം വരെ സഹാബികൾ പലരും അത് കണ്ടു ഉമ്മ വെക്കുന്നു. ആ ഖത്മുൻ നുബുവത്ത് യുശ്ബിഹു ജസദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പോലെ തന്നെ പ്രകാശിക്കുന്നതായിരുന്നു. നല്ല സുഗന്ധം അതിൽ നിന്ന് അടിച്ചു വീശാറുണ്ട്. മഹാനായിരിക്കുന്ന ജാബിർ ബിൻ സമറത്ത് റളിയല്ലാഹു അൻഹു ആ രംഗം വിശദീകരിക്കുകയാണ്. പലരും റസൂലുള്ളാഹിന്റെ ഖത്മുൻ നുബുവത്തിന്റെ അവിടെ ഒന്ന് ചുംബിക്കാൻ വേണ്ടി മത്സരം നടത്തിയ രംഗങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാം. ഖത്മുൻ നുബുവത്തിനൊന്ന് ചുംബിക്കാൻ